ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനുണ്ടല്ലോ ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന്റെ അടുത്തോളമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഇന്ന് എൻ്റെ വിഷ്ണുയുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ പിന്നെ ഈ മെമ്മറബിൾ ഡേ എനിക്ക് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട സംഭവം എനിക്ക് വിഷ്ണു ഒരു 24 റോസസ് ഉള്ള ഒരു ബൊക്കെയും പിന്നെ ഇതേ മേഴ്സിയുടെ അടിപൊളി ചോക്ലേറ്റ് കളക്ഷനാണ് എനിക്ക് രാവിലെ തന്നെ സർപ്രൈസ് ആയിട്ട് തന്നത്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 12:30 1 o'clock ആയപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻസ് ഒന്നും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടിൽ പോയിട്ട് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് ഞങ്ങൾ വിചാരിച്ചു. നമ്മളിപ്പോ പോകാൻ പോകുന്ന ലൊക്കേഷനിലോട്ട് ഓൾമോസ്റ്റ് ഒരു 2 hours ഡ്രൈവാണുള്ളത്. ഈ ഒരു സ്പോട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈം കാനഡയിൽ വന്നപ്പോൾ ഓൾറെഡി പോയതാട്ടോ. അന്നേരം വിന്റർ ആയിരുന്നു. അപ്പൊ എനിക്ക് സമ്മറിൽ ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അത് പറയാൻ മറന്നു, നമ്മൾ സാസ്കിറ്റ് വന്ന് കാൽഗറിയിലോട്ട് മാറിയിട്ടോ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇനി എഡിറ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ച് മടിയൊക്കെ ആയിരുന്നു. ഞാൻ ആ വീഡിയോസ് ഇനി എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കാൽഗറി സിറ്റിയിലാണ്. ആൽബർട്ട എന്ന് പറഞ്ഞ പ്രൊവിൻസിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആയിട്ടുണ്ടായി. ഷിഫ്റ്റ് ആയിട്ട് അത്ര ദിവസമൊന്നും ആയിട്ടില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2 weeks ആയതേ ഉള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ്. ഞങ്ങൾ ഒരു 3rd attempt ആണ് ഇത് കാൽഗറിയിലോട്ട് മൂവ് ആവാൻ നോക്കുന്നത്. ഫൈനലി വി ഡിഡ് ഇറ്റ്. ഹായ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നൊരു പ്ലേസിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ കാനഡയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം പോയൊരു പ്ലേസാണ്. അതല്ലാതെ ഈ ഞങ്ങൾ ഹണിമൂണിന് പോയ സ്പോട്ടും അതാണ്. സിൻസ് നമ്മൾ കാൽഗറിയിലോട്ട് മൂവ് ആയതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് കുറച്ച് അടുത്താണ്. ഒരു 2 hours ഡ്രൈവാണ്. അപ്പം അതെന്താ പ്ലേസ് എവിടെയാന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ഈ ലൊക്കേഷനിലോട്ട് എത്താൻ ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. എന്നാ പിന്നെ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞിട്ടെ. വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പൊ പിന്നെ നമ്മുടെ വെഡിങ്ങിന്റെ സ്റ്റോറി തന്നെയല്ലേ പറയണ്ടേ. എന്റെയും വിഷ്ണുവിന്റെ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി പ്യോർ അറേഞ്ച് മാരേജ് ആണ്. ഈ നമ്മളെ കേരള മാട്രിമോണി വഴി കാണുക, ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, വീട്ടുകാരുമായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സിൽ ത്രൂ തന്നെയായിരുന്നു നമ്മുടെ വെഡിങ് ഉണ്ടായത്. 2022 ഡിസംബറിൽ എനിക്ക് കേരള മാട്രിമോണിയിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു. നമ്മൾ പെൺകുട്ടികൾ എന്നും ഒരു പാർട്ട്ണറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് ആഗ്രഹമായിരുന്നില്ല, എൻ്റെ ഒരു സീക്രട്ട് വിഷയമായിരുന്നു എനിക്കൊരു ഷെഫിനെ കെട്ടണം എന്നുള്ളത്. ബേസിക്കലി എൻ്റെ അതേ ഇൻഡസ്ട്രിയിൽ നിന്ന്, അതായത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയുള്ള ഒരാളെ കെട്ടണം എന്നുള്ളൊരു അതിമോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇനീഷ്യലി പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായി, ഇങ്ങനെ മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു കോൾ വരാം. അങ്ങനെ ഡിസംബറും കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു, ഇവരുടെ ഒരു റെസ്പോൺസും എനിക്ക് കിട്ടുന്നില്ല. റെസ്പോൺസ് ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവർ ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരുന്നു ഒരു 24th തോന്നുന്നു, ജാനുവരി 23rd or 24th ആയപ്പം വിഷ്ണുയുടെ അമ്മ എൻ്റെ ആൻറ്റീനെ വിളിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്ന് കിടപ്പുണ്ട് എന്നൊക്കെ അവർ സംസാരിച്ചു. പിന്നെ അങ്ങോട്ട് നടന്നതെല്ലാം പെട്ടെന്നായിരുന്നു. 25th ജാനുവരി 25th ആയപ്പം വിഷ്ണു ഞാനും വീഡിയോ കോളിൽ സംസാരിച്ചു. അച്ഛനും അമ്മേൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. അടുത്ത ദിവസം തന്നെ അവർ മുംബൈ ടു എറണാകുളം എത്തി. എൻ്റെ ഫാമിലി എറണാകുളത്ത് എത്തിയിട്ടുണ്ടായി. ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായത് കൊച്ചി മാരിഡിലായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർക്കൊക്കെ എറണാകുളത്ത് വരുന്നതായിരുന്നു കുറച്ചും കൂടി എളുപ്പം. കാരണം വിഷ്ണുയുടെ വീട് വന്നിട്ട് ആലുവയിലായിരുന്നു. അങ്ങനെ 29th വിഷ്ണു എന്നെ പെണ്ണാണ് വന്നത്. വിഷ്ണുവും അച്ഛനും അമ്മയും വിഷ്ണുവിൻ്റെ 2 ചിറ്റമാരും അമ്മമ്മയും ആയിരുന്നു എന്നെ കാണാൻ വന്നത്. നമ്മുടെ കണ്ണൂർ സൈഡിൽ ഒരുപാട് ചടങ്ങുണ്ടല്ലോ, അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിൽ കാണാൻ പോവുക, ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ പോവുക, അങ്ങനത്തെ കുറേ ചടങ്ങുണ്ടല്ലോ. അതൊക്കെ ഒറ്റ ദിവസമല്ല ഒരു 12 മണിക്കൂർ കൊണ്ട് 2 വീട്ടുകാരും കൂടി ചെയ്തു തീർത്തു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഓൾറെഡി റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി. February 6th എങ്ങാനായിരുന്നു റിട്ടേൺ ടിക്കറ്റ് കാനഡയിലോട്ട് എടുത്തിട്ടുണ്ടായത്. എന്നിട്ട് 29th എന്നെ വന്ന് കണ്ടല്ലോ വിഷ്ണു. അപ്പം അന്ന് വൈകുന്നേരം തന്നെ ഓൾമോസ്റ്റ് എനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചപ്പം 2 പേർക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ വീട്ടുകാർ ഡിസൈഡ് ചെയ്തു ഇനി ഇത് കുറച്ചും കൂടി ലെങ്തി പ്രൊസീജിയർ ആക്കണ്ടല്ലോ, നമ്മൾ ഇന്ന് വൈകുന്നേരം നിങ്ങളെ വീട്ടിലോട്ട് വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് എൻ്റെ വീട്ടുകാർ വിഷ്ണുവിൻ്റെ വീട്ടുകാരോട് ചോദിച്ചു.
എന്നിട്ട് എൻ്റെ വീട്ടുകാർ വിഷ്ണുവിൻ്റെ വീടൊക്കെ പോയി കണ്ടു. അവിടെയൊക്കെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ട് എൻഗേജ്മെൻറ്റ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടാണ് വന്നത്. എന്നിട്ട് February 4th നമ്മുടെ എൻഗേജ്മെൻറ്റ്. കണ്ടു. വിത്തിൻ എ വീക്കിനുള്ളിൽ എൻഗേജ്മെൻറ്റും ആയി. വിഷ്ണു നെക്സ്റ്റ് 2-3 ഡേയ്സിനുള്ളിൽ വിഷ്ണു തിരിച്ചുപോയി. നമ്മുടെ കല്യാണത്തിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെയും ബിറ്റ്വീനായിട്ട് നമുക്കൊരു 7 months ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായി. അപ്പം നമ്മൾ ഡെയിലി സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി. രണ്ടുപേർക്കും ഒറ്റൊരു ക്രൈറ്റീരിയ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ഒരു മെയിൻ അജണ്ടയായിരുന്നു. വിഷ്ണുവിനെ ഇങ്ങോട്ടും അതുതന്നെയായിരുന്നു. പാർട്ട്ണർ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ക്രൈറ്റീരിയ മാത്രമേ വിഷ്ണുവിനും ഉണ്ടായുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു രണ്ടുപേരുടെ ആ ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് സിങ്കായി. വിഷ്ണു ഒരു September 3rd ആയപ്പം തിരിച്ച് ആലുവയിൽ എത്തിയിട്ടുണ്ടായി കല്യാണത്തിന് വേണ്ടിയിട്ട്. അന്ന് തന്നെ നമ്മൾ നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടും ചെയ്തിട്ടുണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ട് September 9th ഞങ്ങളുടെ ഫാമിലി, അതായത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസ് മാത്രം വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആലുവയിൽ പോയിട്ടുണ്ടായി. ആലുവയിൽ തിരുവേരാണിക്കുളം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ താലികെട്ടുണ്ടായത്. അവിടെ തന്നെയുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു ബാക്കി ചടങ്ങുകളൊക്കെ ഉണ്ടായത്. പെട്ടെന്നായിരുന്നു എല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം വിഷ്ണു ഒരു 14 ദിവസം മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു September 23rd ആയപ്പം വിഷ്ണു തിരിച്ചു പോയിട്ടുണ്ടായി കാനഡയിലോട്ട്. വിഷ്ണു പോകുന്നതിനേക്കാളും മുമ്പേ തന്നെ എൻ്റെ സ്പൗസ് PR പേപ്പർ വർക്ക്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായി. പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു November ആയപ്പോൾ ഞാൻ എൻ്റെ വിസിറ്റിംഗ് വിസയ്ക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായി. എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഭയങ്കര ലക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തിട്ട് 10 ദിവസം കൊണ്ട് എൻ്റെ വിസിറ്റിംഗ് വിസ അപ്രൂവ് ആയി. പിന്നെ ഒരു ബഹളമായിരുന്നു, പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങിന് കൊടുക്കുന്നു. അതൊരു 1.5 ആഴ്ച കൊണ്ട് എത്തി. December ആയപ്പം December 25th അവിടുത്തെ ഇന്ത്യൻ ക്രിസ്മസിൽ ഞാൻ അവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കാനഡയിലെ ക്രിസ്മസ് ആയപ്പം ഞാനിവിടെ ലാൻഡ് ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ട് വിത്തിൻ 3 months ആയപ്പം ഞാനിതേ കാനഡയിൽ എത്തി. എൻ്റെ വെഡിങ് സ്റ്റോറി ഞാൻ ഒരുപാട് ലാഗും ബോറും എടുപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കഥയും കഴിഞ്ഞതേ നമ്മളിതാ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ പറയാം എവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാൻഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ലേക്ക് ലൂയിസ് എന്ന് പറഞ്ഞൊരു സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ വന്നതാണ് വിന്റർ ടൈമിൽ. അപ്പോൾ കംപ്ലീറ്റ്ലി ലേക്ക് ഫ്രീസ് ആയിരുന്നു. അത് വേറൊരു ബ്യൂട്ടിഫുൾ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സമ്മറിൽ ഇത് എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അതാണ് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. വിന്ററിൽ പിക്ചർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ, കിട്ടുകയാണെങ്കിൽ. പാർക്കിംഗ് ലോട്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതേ ഞങ്ങൾ കുറച്ചൊരു 2-3 minutes നടക്കേണ്ട ദൂരമുണ്ട്, അത്രേ ഉള്ളൂ. കാരണം കുറച്ചും കൂടി ഡൗണിലാണ് ഈ ഒരു ലേക്ക് വരുന്നത്. ലേക്ക് ലൂയിസ് അത്യാവശ്യം ഫേമസ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേൾഡ് വൈഡിൽ ആൾക്കാരെ കാണാൻ പറ്റും. എന്നും ഇവിടെ അത്യാവശ്യം നല്ല ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ലേക്ക് ലൂയിസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഇൻ കേസ് നിങ്ങൾ കാനഡയിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും വിസിറ്റിംഗ് വിസയിലൊക്കെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഇമിഗ്രൻസ് കാണേണ്ട ഒരു സ്പോട്ടുമാണ്. പിന്നെ അങ്ങോട്ട് അറിഞ്ചും പൊറിഞ്ച വീഡിയോസും ഫോട്ടോസൊക്കെ ആയിരുന്നു. കുറേ ഫോട്ടോസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. വിഷ്ണുവിനെ വെച്ചിട്ടും എടുത്തിട്ടുണ്ട്. എൻ്റെ സിംഗിൾ പിക്ചർ, നമ്മുടെ കപ്പിൾ പിക്ചേഴ്സും ഉണ്ട്. കാരണം നമുക്കായിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടൂല. കാരണം അവിടെ ബാക്ക് ടു ബാക്ക് ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായി. ഞാൻ ഓൾറെഡി കുറച്ച് ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും. ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം. കാണാത്തവർ പ്ലീസ് അതൊന്ന് പോയി കാണുക. നമ്മളിവിടെ ഒരു മാക്സിമം 1 hour മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായുള്ളൂ. കാരണം 5:30 ആയപ്പോൾ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ റിസർവേഷനൊക്കെ ഉണ്ടായി. അത് മാത്രമല്ല ഈ നൈറ്റിൽ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് അവിടെ വൈൽഡ് ലൈഫ് ഒക്കെ ആനിമൽസ് ഒക്കെ ഇറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായി. ഈ റെസ്റ്റോറൻറ്റിലോട്ട് ലേക്ക് ലൂയിസിന് ഒരു 45 minutes ഡ്രൈവ് ഉണ്ടായി. ബാൻഫ് എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ തന്നെ ആയിരുന്നു ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടായത്. അങ്ങനെ കാടും മലയും താണ്ടിയിട്ട് ഇതേ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായി. ഞാൻ അധികം വീഡിയോസ്, റോഡ് ട്രിപ്പിൻ്റെ ഒന്നും വീഡിയോസ് അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ, ഇങ്ങനെ കുറേ വെറും റോഡ്സ് ഒക്കെ മാത്രം കാണിക്കുന്ന എന്താ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കട്ട് ഷോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. ഈ സിറ്റി അത്യാവശ്യം ഭയങ്കര ചെറുതാട്ടോ. അതുകൊണ്ട് തന്നെ
പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ റോഡ് സൈഡ് പാർക്കിംഗ് ഒന്നും അങ്ങനെ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് പാർക്കിങ്ങിന് കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടു. കുറേ റൗണ്ട്സ് ഒക്കെ അടിച്ചിട്ടാണ് പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത്. ബാൻഫ് ആക്ച്വലി വിൻ്റർ ടൈമിലും സമ്മർ ടൈമിലും നല്ല ബിസിയാണ്. എല്ലാ ക്ലൈമറ്റിലും അത്യാവശ്യം നല്ല ബിസിയുള്ള ഒരു സ്പോട്ടാണ് ബാൻഫ്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ വിൻ്ററിൽ ബാൻഫ് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്സ് ആയാലും പിന്നെ നമ്മൾ ഈ ഹോട്ടൽസിൽ റൂം റിസർവേഷൻസ് ആണെങ്കിലും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് സമ്മറിൽ നല്ല എക്സ്പെൻസീവാണ്. $180 ഉള്ള റൂംസൊക്കെ സമ്മർ ടൈമിലാകുമ്പം അത് $350, $450 ഒക്കെ ആയി മാറും. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് സമ്മറിൽ. അവസാനം ചുറ്റിത്തിരിഞ്ഞ് നമുക്ക് റെസ്റ്റോറൻറ്റ് അതേ ബിൽഡിങ്ങിൻ്റെ, അതായത് കുറച്ച് ബാക്ക് സൈഡായിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടി. ലൂപ്പോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ്. സാധാരണ ബാൻഫിൽ സമ്മർ ടൈം ആകുമ്പോൾ ഭയങ്കര ബിസിയാണ്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആവാറുണ്ട്. ഇതിപ്പം എങ്ങനെയോ നമുക്ക് ഫോണൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെയോ സീറ്റൊക്കെ കിട്ടിയതാണ്. അടിപൊളി ഫുഡും അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ പിzzയും പിന്നെ സീ ഫുഡ് ലിംഗ്വിനി പാസ്ത എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു ഓർഡർ ചെയ്തത്. നമ്മളൊരു 7 ഒക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങാൻ തുടങ്ങി. കാരണം ഇപ്പൊ പെട്ടെന്ന് ഇരുടാവാനൊക്കെ തുടങ്ങി. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ പഴയ നോട്ട്ബുക്ക് ഉണ്ടല്ലോ ക്യാമൽ, അതിലൊരു പിക്ചർ മാതിരില്ലേ ഈ സീനറി. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടുത്തെ റോഡ്സ് ഒക്കെ കാണാൻ. ഒരു 9:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ടായി. മറന്നുപോയി മെയിൻ തിങ്, നമ്മുടെ കേക്ക് കട്ടിങ്, വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടായിരുന്നു ചെയ്തത്. അങ്ങനെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കേക്ക് കട്ട് ചെയ്യുന്നതിലൂടെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തും. ഒരുപാട് ഞാൻ ടയേർഡായി കുറേ രാവിലെ ഇറങ്ങിയതാണ്. ഒരുപാട് ഫാൻസി അല്ല, നമ്മളൊരു എന്തായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് വാങ്ങിയത്. ഇതിലും ചെറുത് വേറെ ഇല്ല. വേറെ കാൻഡിൽസ് അങ്ങനത്തെ എഴുതൽ പരിപാടീസ് ഒന്നുമില്ല. കാരണം ഇവിടെ ഒന്നും അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവേർഡ് മുകളിൽ കുറച്ച് ഫ്രൂട്ട്സ് ഡിസൈൻ. അപ്പോൾ അത്രയുള്ള ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ പറയാം. ഇനി ഞാൻ കുറച്ചും കൂടി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇനി ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.